അതെ, ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് കണ്ണിന് കുറച്ച് കുളിർമയേകുന്ന കാഴ്ചകൾ കാണാനാണ് കേട്ടോ. അലങ്കാര മത്സ്യങ്ങളുടെ ഒരു കമനീയ ശേഖരം എന്നൊക്കെ തന്നെ പറയാം. ഒരു രക്ഷയില്ലാത്ത സ്ഥലമാണ് കേട്ടോ. നമ്മൾ എത്ര കണ്ടാലും മതിവരാത്തത്രയും മീനുകളാണ് ഇവിടെ ഉള്ളത്. അതും പല കളറിൽ പല തരത്തിലുള്ള നിരവധി അനവധി മത്സ്യങ്ങളാണ് കേട്ടോ. ഞാൻ ഇതുവരെ കാണാത്ത പലതരത്തിലുള്ള പല വെറൈറ്റി ആയിട്ടുള്ള മത്സ്യങ്ങളെ ഞാൻ ഇവിടെ വന്നപ്പോൾ കണ്ടു കേട്ടോ. ഇതൊരു ചെറിയ ഫാമാണ് കേട്ടോ. ഒരു ചേട്ടൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ നടത്തുന്ന ഒരു ചെറിയ ഫാം. ചെറിയ ഫാം എന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ അതുപോലെ കളക്ഷൻ ഉണ്ട് ഇവിടെ. എന്നാലും അദ്ദേഹത്തിന്റെ മീനോടുള്ള ഒരു ക്രേസ് കാരണം തുടങ്ങിയതാണ് ഈ ഫാം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇദ്ദേഹമാണ് നമ്മുടെ ഫാമിന്റെ ഓണർ. അപ്പം നമ്മളെ മീനുകളെ എല്ലാം കാണിച്ച് പരിചയപ്പെടുത്തി തരുന്ന ഇദ്ദേഹമാണ് കേട്ടോ. ഈ ഫാം സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ തിരുവല്ലയ്ക്കും ചെങ്ങന്നൂരിനും ഇടയിലുള്ള ഓതറ എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടോ. മാർക്കറ്റിൽ കിട്ടുന്നതിലും വളരെ തുച്ഛമായ റേറ്റിനാണ് ഇദ്ദേഹം ഇവിടെ മീനുകളെ കൊടുക്കുന്നത്. ഇദ്ദേഹത്തിന്റെ ഈ ഫാമിന്റെ പേര് അക്വ ഫാം എന്നാണ്. നമ്മുടെ ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാപ്പും ലൊക്കേഷനും കിട്ടുന്നതായിരിക്കും. ഇവിടെ മെയിനായിട്ട് ഇദ്ദേഹം ചെയ്തിരിക്കുന്നത് നമ്മുടെ പഴയ ഫ്രിഡ്ജിന്റെ ബോക്സുകൾ ഉണ്ടല്ലോ, ആ ബോക്സുകൾ എടുത്തിട്ട് വന്ന് അതിനകത്താണ് ഇദ്ദേഹം വെള്ളം നിറച്ച് മീനുകളെ വളർത്തുന്നത്. വളരെ ചെലവ് കുറഞ്ഞ രീതിയാണെങ്കിലും എന്നാ വളരെ ശ്രദ്ധ വേണ്ട ഒരു കാര്യമാണിത്. ശരിക്കും പറഞ്ഞാൽ ഇദ്ദേഹം ഒരു ഗപ്പി പ്രാന്തനാന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. ഗപ്പിയുടെ പലതരത്തിലുള്ള പല വെറൈറ്റീസ് ഓഫ് മീനുകളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. പല വെറൈറ്റീസിന് പല പല കളറിലുള്ളതാണ്. ഒരു രക്ഷയില്ലാത്ത കളക്ഷനാണ് ഇദ്ദേഹത്തിന് ഗപ്പികളിലുള്ളത്. ഞാൻ എൻ്റെ ലൈഫിൽ ഇതുവരെ ഇങ്ങനെ ഇത്രയും ഗപ്പികളുണ്ട് എന്ന് അറിയുന്നത് തന്നെ ഇവിടെ വന്നതിന് ശേഷമാണ് കേട്ടോ. ഞാൻ ഇത്രയും വെറൈറ്റി ആയിട്ടുള്ള ഗപ്പികളെ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മുടെ നോർമലായിട്ടുള്ള കുറച്ച് ഗപ്പികളെയൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്നതിന് ശേഷമാണ് ഇത്രയും ഗപ്പികൾ ഉണ്ട്, ഇങ്ങനെയൊക്കെയാണ് എന്ന് ഞാൻ മനസ്സിലാക്കുന്നത് കേട്ടോ. യെല്ലോ കളറിലൊക്കെ ഉള്ള ഗപ്പിയെ കണ്ടു കഴിഞ്ഞാൽ എന്നാ രസമാണ് കാണാനെന്നറിയോ. ഒരു രക്ഷയില്ലാത്ത ലുക്കാണ്. ഇദ്ദേഹം തന്നെ ബ്രീഡ് ചെയ്യിപ്പിച്ചെടുത്ത പല വെറൈറ്റി ആയിട്ടുള്ള ഗപ്പികളും ഇവിടെ നമുക്ക് കിട്ടും കേട്ടോ. ബ്ലാക്ക് കളറ്, അതേപോലെ തന്നെ റെഡ്, ബ്ലൂ, അങ്ങനെയൊക്കെ മിക്സ് ചെയ്ത് കുറേ കളറുകളുള്ള ബ്രീഡ് ചെയ്ത ഗപ്പികളെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഞാൻ കണ്ടതിൽ വെച്ച് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടത് ഇവിടുത്തെ ബ്ലാക്ക് കളറും യെല്ലോ കളറും കൂടെ മിക്സ് ആയിട്ടുള്ള രണ്ട് മൂന്ന് ഗപ്പികളെയാണ് കേട്ടോ. അതൊക്കെ വെറൈറ്റി ആയിട്ട് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടത്. ഈ ബ്ലാക്കും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ ഇതുപോലെ വളർത്തുമ്പോൾ ഭയങ്കരമായിട്ട് ശ്രദ്ധ വേണം. കാരണം നമുക്ക് പറയാൻ പറ്റത്തില്ല. പാമ്പുകള്, അതുപോലെ കാക്ക, അങ്ങനെയുള്ള പക്ഷികള് ഒക്കെ വന്ന് കൊത്തി എടുത്തിട്ട് പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പുള്ളി ഭയങ്കര കെയർ ചെയ്താണ് ഇവരെല്ലാം വളർത്തിയെടുക്കുന്നത് കേട്ടോ. പിന്നെ ഇതൊരു പ്രമോഷൻ വീഡിയോ ഒന്നും അല്ലാത്തത് കൊണ്ട് നമ്മൾ ഇദ്ദേഹത്തിന്റെ കോണ്ടാക്ട് നമ്പറോ കാര്യങ്ങളോ ഒന്നും കൊടുക്കുന്നില്ല. ആവശ്യക്കാർ ഈ ലൊക്കേഷനിൽ ചെന്ന് മേടിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.